അവരിന്ന് നായാട്ടിനിറങ്ങിയതായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ സിംഹവും ചെന്നായും കുറുക്കനൂടെ. അവർക്ക് നല്ല ഭക്ഷണം കിട്ടി, വലിയൊരു കാളയെ കിട്ടി, അതുപോലെ തന്നെ ഒരു കാട്ടാടിനെ കിട്ടി, അതുപോലെ തന്നെ തടിച്ചു കൊടുത്തൊരു മുയലിനെ കിട്ടി. 3 പേർക്കും സന്തോഷമായി. സിംഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു, ചെന്നായേ, നീ ഇതിനെ ഒന്ന് പങ്കുവെച്ചാട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് നിൻ്റെ ബുദ്ധിയെന്ന്. ചെന്നായി പറഞ്ഞൊരു കാര്യം ചെയ്യാം, വലിയ കാള അത് താങ്കൾക്കുള്ളതാണ്, താങ്കൾ കഴിച്ചോളൂ. പിന്നെ ആട് അതെനിക്കിരുന്നോട്ടെ. പിന്നെ ചെറിയ മുയൽ അത് നമുക്ക് ആ കുറുക്കനങ്ങ് കൊടുത്തേക്കാം, എന്ത് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ രാജാവായിരിക്കണ സമയത്ത് നീ തീരുമാനമെടുക്കുന്നു, ഇവിടെ വരുമെന്ന് പറഞ്ഞു. സ്പോട്ടിൽ ഒറ്റ അടിക്ക് ചെന്നായെ കൊന്നു എന്നാണ് കഥ. അതിനുശേഷം കുറുക്കൻ്റെ ഊഴമായി. കുറുക്കനോട് ചോദിച്ചു, നിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, മുയലിനെ തന്നെ അങ്ങേക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണമാക്കാം, ഉച്ചയ്ക്ക് അങ്ങ് തന്നെ കാളയെ കഴിച്ചോളൂ, വൈകുന്നേരം വേണേ ആടിനെയും അങ്ങ് തന്നെ കഴിക്കുന്നതല്ലേ നല്ലത്. അങ്ങ് ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ ഈ കാട് ഭരിക്കാൻ ഞങ്ങൾക്കൊരു രാജാവ് ഉണ്ടാവൂ എന്ന്. ഇത് കേട്ട സിംഹത്തിനറിയാമല്ലോ എന്തുണ്ടായി എന്ന്. ഭയങ്കരമായ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യേ, നീയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നീ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് എടുത്തോളൂ, ഞാൻ വേറെ ഇരയെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് സിംഹം യാത്രയായി എന്നാണ് കഥ. കുറുക്കനുള്ളിൽ വിചാരിച്ചു, ആദ്യം തന്നോടാണത് പങ്കുവയ്ക്കാൻ പറയാതെ എന്നത് എത്ര നന്നായി എന്ന്. നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിത കഥകൾ കൊണ്ട് നമുക്ക് പലതും മനസ്സിലാക്കാനാവും. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയും. പക്ഷേ അത് മറന്നു പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമല്ലേ. അനുഭവങ്ങളിൽ നിന്ന് നേടിത്തരുന്ന പാഠങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.